വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് തട്ടുകടകളുണ്ട്. അതുപോലെ ഫുഡ് ട്രക്കുകളും അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഫുഡ് കൊടുക്കുന്ന, കൂടുതൽ സ്ഥലങ്ങളിലും കൊടുക്കുന്നത് തട്ടുദോശ, ഓംലെറ്റ്, രസവട അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു തട്ടുകട എന്ന് പറയുന്നത് ഇതൊരു ഒന്നൊന്നര തട്ടുകടയാണ്. ഒരു അടാർ തട്ടുകട നമ്മുടെ ട്രിവാൻഡ്രത്ത് വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന്റെ നേരെ വെളിയിലായിട്ട് എല്ലാ ദിവസവും രാത്രി ഏകദേശം ഒരു 7:30 മണി മുതൽ രാത്രി ഒരു 1-1:30 മണി വരെയൊക്കെ നമുക്ക് അവിടെ ഫുഡ്, പല തരത്തിലുള്ള ഫുഡ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല. അവിടെ എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചിവിടെ തന്നെ വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഒരു അടാർ തട്ടുകടയുടെ കാഴ്ചയൊന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ ആ ഒരു മുഖഛായ തന്നെ മാറ്റിമറിച്ച സ്മാർട്ട് സിറ്റി റോഡിൽ കൂടെയാണ് ഞാനിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അടാർ തട്ടുകടയിലോട്ട്. ശരിക്കും രാത്രി ഈ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. നല്ല സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള റെയിലിങ്സും അതുപോലെ സൈക്കിൾ ട്രാക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ശരിക്കും ഒരു മോഡേൺ സിറ്റിയിൽ കൂടെ പോകുന്ന ആ ഒരു ഫീല് കിട്ടും. ട്രിവാൻഡ്രത്തെ മറ്റു റോഡുകളൊക്കെ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രെച്ച് എന്താണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിതേ അങ്ങനെ അടാർ തട്ടുകടയിലോട്ട് എത്തുകയാണ്. ഇവിടെ ഈ തട്ടുകട ഓപ്പണായി വരുന്നതേ ഉള്ളൂ. 7:30 മണിക്കാണ് ഇവരിത് ഓപ്പൺ ആക്കുന്നത്. ഇത് ഓപ്പണായി കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പാർസൽ വാങ്ങാനും അതുപോലെ അവിടെ തന്നെ നിന്ന് കഴിക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്ക് കണ്ടോ. ശരിക്കും ഇവിടെ ഈ ഒരു തിരക്ക് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് രാത്രി ഏകദേശം 12 മണി 1 മണി സമയം വരെ ഇതേപോലെ തിരക്കായിരിക്കും. ഇവരുടെ ഒരു വലിയൊരു ടീമാണ്. എല്ലാ ആൾക്കാരും ഇങ്ങനെ ഓരോ ടീമായിട്ട് മാറി നിന്നിട്ട് ഓരോ പണിയിൽ ഇങ്ങനെ ഏർപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം. കുറേ ടൈപ്പ് ഓഫ് ഗ്രേവീസ് ഒക്കെ അവൈലബിൾ ആണ്. തട്ടുദോശയുടെ കൂടെയൊക്കെ കൊടുക്കാനായിട്ടുള്ള ചട്നിയും സാമ്പാറും. പിന്നെ ദേ ഇവിടെ അരിപ്പത്തിരി അവൈലബിൾ ആണ്. പിന്നെ 2 ടൈപ്പ് ഇടിയപ്പം ഉണ്ട്. ദേ ഇവിടെ രസവട, നോർമലി തട്ടുകടയുടെ ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ ദേ കടലക്കറി ഉണ്ട്. ഇതൊരു കോളിഫ്ലവർ കറിയാണ്. പിന്നെ ദേ മീൻ കറി. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് ഈ ഒരു ഫ്രൈഡ് റൈസ്. പിന്നെ ദേ കണവത്തോരനുണ്ട്, അതുപോലെ ബീഫ് കറി. പിന്നെ ദേ ചിക്കൻ പെരട്ടാണ് ഈ ഇരിക്കുന്നത്. അതുകൂടാതെ ചിക്കൻ തോരൻ, പിന്നെ ഇത് ചില്ലി ചിക്കൻ. ഇതൊന്നും പോരാത്തതിന് പിന്നെ ദേ ഇവിടെ മീനിൻ്റെ തല നല്ല കറി വെച്ചതും ഉണ്ട്. ഇത് കപ്പയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. പിന്നെ ദേ ഇവിടെ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ആകുന്നുണ്ട്. അതുപോലെ പുട്ടുമൊക്കെ ഇങ്ങനെ റെഡി ആവുകയാണ് ലൈവായിട്ട്. തട്ടുദോശ ചുടുന്നത് കാണാൻ തന്നെ ഒരു രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തട്ടുദോശയും അതുപോലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ തട്ടുകടയിൽ വന്ന് നിൽക്കുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു മണമൊക്കെ കിട്ടില്ലേ ഈ ദോശയൊക്കെ ഇങ്ങനെ റെഡിയാകുമ്പോൾ. അതുപോലെ ഇവരുടെ ഈ കല്ലിനകത്ത് ഇങ്ങനെ ഓംലെറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെപ്പോഴും ഈ ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓംലെറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യൂല. അതിൻ്റെ റീസൺ ഇതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഈ കല്ലിലൊക്കെ ഇങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടായിരിക്കും. ഇവരുടെ ഈ ഒരു ടീമുണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. ചില കല്യാണ വീട്ടിൽ തലേന്നൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ആകെ ഒരു ആവേശവും ഉത്സവ ബഹളമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ എല്ലാ സ്റ്റാഫും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ ദേ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നതിൽ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനായ ഇടിയപ്പവും അതുപോലെ ഇവിടുത്തെ ചിക്കൻ പെരട്ടുമാണ്. 2 ടൈപ്പ് ഇടിയപ്പം അവൈലബിൾ ആണ്. ഞാൻ പക്ഷേ അരിയുടെ ആ ഇടിയപ്പമാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഇവരുടെ ആ ഒരു ചിക്കൻ പെരട്ട്, രണ്ടും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ചിക്കൻ പെരട്ടൊക്കെ കണ്ടോ, നല്ല നിറയെ പീസസ് ഒക്കെയാണ് ഇവരുടെ ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അവർ നല്ല ഓയിലൊക്കെയാണ് അവരത് ചെയ്യുന്നത്. പിന്നെ ഓവറായിട്ട് സ്പൈസി ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ ആ ഒരു ചിക്കൻ പെരട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ ആ ഒരു പൊറോട്ടയും അതുപോലെ ബീഫ് കറിയും കൂടെ ട്രൈ ഔട്ട് ചെയ്യാം. ഇവരുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഇവരുടെ ഈ ഒരു പൊറോട്ടയും ബീഫും. ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്. നമ്മളത് അവിടെ തന്നെ നിന്ന് ചൂടായിട്ടെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അതുപോലെ ഇത് രണ്ടും കൂടെ ഒരു ഉഗ്രം കോമ്പിനേഷനാണ് ഇവരുടെ ഈ ഒരു പൊറോട്ടയും അതുപോലെ ബീഫ് കറിയും. ചില ദിവസങ്ങളിൽ നമുക്ക് ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇന്ന് എന്താണെന്നുണ്ടെങ്കിൽ ഇവർ പൊറോട്ടയുടെ കൂടെ ബീഫാണ് വെച്ചേക്കുന്നത്. നല്ല സോഫ്റ്റാണ്, പീസൊക്കെ നല്ല രീതിയിൽ ആ മസാലയിൽ കിടന്ന് വെന്തിട്ടുണ്ടാക്കിയേക്കുന്ന ആ ഒരു കറി ആയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്.
ഈ അടാർ തട്ടുകടയിലെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഇവരുടെ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും. ഞാൻ കുറച്ച് ചിക്കൻ പെരട്ടെടുത്തിട്ടുണ്ട്. നോർമലി ഞാൻ അങ്ങനെ പെരട്ടെടുക്കാറില്ല. ഇവരുടെ ഈ ഒരു ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു ടേസ്റ്റ് അല്ല വരുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് അവരത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നല്ല ചൂടായിട്ട് കഴിക്കണം, അതിൻ്റേത് ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ ഇവരുടെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതും എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റമാണ്. ഓവറായിട്ട് ഓയിലൊന്നും നമുക്കതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. നല്ല വെളിച്ചെണ്ണയെ തന്നെ പൊരിച്ചെടുത്തേക്കാണ്. മസാലയൊക്കെ നല്ല രീതിയിൽ ഒരുപാട് സമയം ഇവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആ ഫ്രൈ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഇവരുടെ ഈ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ഈ ഒരു ചിക്കൻ ഫ്രൈയും ഉഗ്രൻ കോമ്പിനേഷനാണ്. അതുപോലെ ചില്ലി ചിക്കൻ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ എനിക്കിഷ്ടം ഈ ഒരു കോമ്പിനേഷൻ. നിങ്ങൾ ഈ അടാർ തട്ടുകടയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിന്നറും കഴിച്ചു. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു ലൈം ടീ, അപ്പോഴത്തേക്ക് അതൊരു കറക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അടാർ തട്ടുകടയിലെ ആ ഒരു ഫുഡിന്റെ ആ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ആ വെറൈറ്റി ഓഫ് ഫുഡ് നിങ്ങൾ കണ്ടല്ലോ. ഒരുപാട് ടൈപ്പ് ഫുഡ് അവൈലബിൾ ആണ്. ഇന്ന് കപ്പയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കപ്പ, ചപ്പാത്തി അതൊന്നും ഇന്ന് കണ്ടില്ല. അതെല്ലാം വരും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം വരും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. അവിടെ പല ആൾക്കാരും ചൂടോടുകൂടി വന്ന് നിന്നാണ് കഴിക്കാറുള്ളത്. പിന്നെ കുറെ ആൾക്കാർ പാർസലും വാങ്ങാറുണ്ട്. ഞാൻ ഈ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്, അവിടെ ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് നിങ്ങളിലോട്ട് എത്തിച്ചത്. അപ്പൊ ഈ അടാർ തട്ടുകട ശരിക്കും പറഞ്ഞാൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്. നല്ല ക്വാണ്ടിറ്റിയാണ്, നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലായ ഡൊമിനോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഡൊമിനോ ദീപക്സ് അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.